ഓൾവേസ് ബി പെർഫെക്റ്റ് എന്ന ചിന്താഗതി ഗുണമോ ദോഷമോ ചില സമയങ്ങളിൽ ആ ചിന്താഗതി നമ്മളെ ശക്തമായി ബാധിക്കുമ്പോൾ അതിൻ്റെ ദോഷങ്ങളുണ്ടാവാറുണ്ട്. നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് ഒരു ടാസ്ക് ഭംഗിയായി ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ കുറച്ച് ഗസ്റ്റ് വന്ന് നല്ല ഡിന്നർ ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാവരിൽ നിന്നും നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാൻ അങ്ങനെ കുറച്ചും കൂടി ചെയ്തിരുന്നെങ്കിൽ, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ല ആ ഒരു പോയിൻറ്റും കൂടി ആ സ്പീച്ചിൽ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യാമായിരുന്നല്ലോ. അപ്പം അത് ഒരു വേദനയായിട്ട് അത് ആഡ് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വേദന നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു കുറവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവരുതെന്നാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ പ്രകടമായിട്ട് അവരെ ഭരിക്കുന്ന ഒരു വലിയ ശക്തി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില കുറവുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആ പിഴവ് ഉണ്ടാവാതെ നമ്മളെ മെച്ചപ്പെടുത്താൻ പറ്റും. സോ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു അതിൽ സംതൃപ്തി കണ്ടെത്താൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക.